തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം കണ്ടെത്തിയ സംഭവത്തിൽ വീണ്ടും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. സംഭവ ദിവസം കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് അജ്ഞാതന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ നീക്കം. തിരുവനന്തപുരം പേട്ടയിൽ മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം കണ്ടെത്തിയ സംഭവത്തിൽ 10 ദിവസം പിന്നിടുമ്പോഴും അവ്യക്തത തുടരുകയാണ്. പോലീസ് അന്വേഷണമാകട്ടെ എങ്ങും എത്തിയിട്ടുമില്ല. കുട്ടി തനിയെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിയതാണോ, ആരെങ്കിലും ഇവിടെ ഉപേക്ഷിച്ചതാണോ എന്ന കാര്യത്തിൽ നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തത് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപം ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത്. ഈ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ചില CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. പരിശോധനയിൽ ഒരു അജ്ഞാതന്റെ സാന്നിധ്യം സംഭവ സമയത്ത് ഉണ്ടായിരുന്നതായാണ് നിലവിലെ സ്ഥിരീകരണം. എന്നാൽ മറ്റിടങ്ങളിലെ CCTV ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ കൂടുതൽ വ്യക്തതയില്ലാത്തതാണ് അന്വേഷണത്തിൽ തടസ്സം നേരിടുന്ന പ്രധാന കാരണം. എന്നാൽ വീണ്ടും ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം കുട്ടിയുടെ DNA പരിശോധനാ ഫലം 2 ദിവസത്തിനകം പോലീസിന് ലഭ്യമാകും. ഈ പരിശോധനാ ഫലം കൂടി ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ മാസം 19-നായിരുന്നു കുട്ടിയെ കാണാതാവുകയും മണിക്കൂറുകൾക്ക് ശേഷം രാത്രിയോടെ കണ്ടെത്തുകയും ചെയ്തത്. ജനം, തിരുവനന്തപുരം.